നമ്മൾ കുളിച്ചാൻ പോവുക ഇല്ലേക്കളെ, നമ്മൾ കുളിച്ചാൻ പോവുകയാണേ. തട്ട് പറച്ചാക്ക്. രാവിലെ മോളെ ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം ഇതാ അവളെ ഇന്ന് സുന്ദരിയാക്കാമെന്ന് കരുതി കേട്ടോ. ഇന്ന് കരിയൊക്കെ എഴുതി കൊടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഇതാ അവളെ കുളിപ്പിക്കാൻ എന്താ അമ്മ പിന്നെ എണ്ണയൊക്കെ തേച്ച് ഒന്ന് ഓയിൽ മസാജൊക്കെ ചെയ്തതിന് ശേഷമാട്ടോ അവളെ ഒന്ന് കുളിപ്പിക്കുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഓയിലാണ് മോൾക്ക് യൂസ് ചെയ്യുന്നതെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. അതായത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. ഇത് നമ്മളുണ്ടാക്കാൻ നല്ല പാടാണ്, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് മേടിച്ചാണ്. ഇത് ഗ്രീൻ ബൗൾ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അവരുടെ തന്നെ ഞാൻ നേരത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങിക്കുക. അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് വേറെ കെമിക്കലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും അടങ്ങിയിട്ടില്ല. അങ്ങനെ അതിൽ നിന്നാട്ടോ ഞാൻ എണ്ണയും ഈ ഒരു കൺമഷിയും വാങ്ങിച്ചത്. ഓൾറെഡി എനിക്കിതിന് മുന്നേ മേടിച്ചത് അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 1 വർഷത്തിന് മുന്നേ വാങ്ങിച്ചു തുടങ്ങിയതായിരുന്നു കേട്ടോ. അത് തീർന്നപ്പോൾ ഇപ്പോൾ പുതിയത് ഒരെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ. അങ്ങനെ മോൾക്ക് ഇന്ന് അതിൻ്റെ കരി തന്നെയാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. ഞാൻ കരി അങ്ങനെ അവൾക്ക് എപ്പോഴും ഒന്നും എഴുതാറൊന്നും ഇല്ല, വല്ലപ്പോഴും എനിക്ക് ആഗ്രഹം തോന്നുമ്പോഴാട്ടോ എഴുതി കൊടുക്കുന്നത്. കാരണം കരിയും പൗഡറൊന്നും യൂസ് ചെയ്തതെന്ന് ഡോക്ടർ നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ചേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വിശ്വസിച്ച് എഴുതി കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ എഴുതി കൊടുക്കും. എനിക്കൊരു ആഗ്രഹം തോന്നുമ്പോഴൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കറിയില്ല അവരുടെ എണ്ണയോ കൺമഷിയോ മറ്റുള്ള സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കൊടുത്തേക്കാം. വിളിച്ചാൽ മതി, നമ്മുടെ അഡ്രസ്സിലോട്ട് അയച്ചു തരും. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നമ്മുടെ വീഡിയോയിൽ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോൾ സുന്ദരി ആയോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ, സീ യു.